ഞാനേ രാവിലെ പറഞ്ഞില്ലേ എൻ്റെ എയർപോർട്ടിൻ്റെ ചാർജർ പൊട്ടിപ്പോയി എന്ന്. ഒന്ന് ഷോക്ക് വരെ അടിച്ചു ഗൈസ്. ഇന്നലെ ഒരു ചാർജറിൽ ഇട്ടിട്ട് ഓഫ് പോലും ചെയ്ത ഒറ്റ വലിയ ഇതാ കിടക്കണം. എല്ലാം കൂടെ എൻ്റെ കയ്യിൽ പറഞ്ഞു പോന്നു. അപ്പോൾ പിന്നെ എനിക്ക് ചാർജർ മസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ ചേച്ചിയോടൊക്കെ ചോദിച്ചു. ഞാൻ രാവിലെ ചോദിച്ചു വെച്ചായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഓക്കെ പോകുന്നതിന് മുമ്പ് പറയണേ, തുറന്നൊക്കെ തരാം ഗേറ്റെന്ന്. അങ്ങനെ ചേച്ചിയോട് പറഞ്ഞു. ഒടുക്കത്ത് ചൂടായിരുന്നു. പിന്നെ കുളിച്ചങ്ങ് പെട്ടെന്ന് ഇറങ്ങി. അത് മാത്രം മേടിച്ചാൽ മതി. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ചടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഐ ഹബ് എന്ന് പറഞ്ഞ് ഒരു മൊബൈൽ ഷോപ്പൊക്കെ നോക്കി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഓൺ ദ വേ എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ കരുതി ഓട്ടോ പിടിച്ച് പോകാം, തിരിച്ച് വരുമ്പോൾ നടന്ന് വരാമെന്ന് കരുതി. അങ്ങനെ ആ ചേട്ടൻ കുറച്ചടുത്തേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല. അതൊന്ന് എൻ്റെ കയ്യിൽ നിന്ന് 50 രൂപ മേടിച്ചോ ചേട്ടൻ. പിന്നെ പോട്ടെ, ഈ ഓട്ടോക്കാരെ കണ്ട എനിക്ക് ഭയങ്കര സഹതാപം. അതവരും മുതലാക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നലെ ഷോപ്പിൽ കയറി ഒരു ചാർജർ മീൻസ് അഡാപ്റ്റർ മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ കേബിളുണ്ട്. എന്തിനാണ് നമ്മുടെ അടുത്ത് ഉള്ള സാധനം വീണ്ടും മേടിച്ച് ബാഗിൻ്റെ അകത്ത് നിറയ്ക്കണമെന്ന് കരുതിയിട്ട് കേബിൾ വെച്ചിട്ട് അഡാപ്റ്റർ മേടിച്ചു. അതിനൊരു 150 റുപ്പീസായി. പിന്നെ ഫോണിൽ ടെമ്പോഡ് ഒട്ടിക്കണമെന്ന് വിചാരിച്ചു. ആ ചേട്ടൻ തന്നെ കൈയൊക്കെ വെച്ച് എന്തോ ഒരു മോഡലിൽ അതൊക്കെ ശരിയാക്കി തന്നു. പിന്നെ ബാക്ക് പൗച്ച് മേടിക്കണമെന്ന് വിചാരിച്ചു. ബാക്ക് പൗച്ചിന് ഒടുക്കത്തെ വില. ഞാൻ എടുത്തതിന് 700 രൂപ. ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട ചേട്ടാന്നുകൊണ്ട് തിരിച്ച് അവിടെ തന്നെ വെച്ച് കൊടുത്തു. ഓൺലൈനിൽ ഇതിൻ്റെ പാതി പൈസ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഓൺലൈനിൽ മേടിച്ചോളാം. അങ്ങനെ എടപ്പള്ളി ടോൾഡ് ആ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ ഞാനിങ്ങനെ നടന്ന് പോകണം. അതിനിടയ്ക്ക് ഒരു ഷോപ്പിൽ കയറി കേട്ടോ. നല്ല ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് കണ്ടു. പുറത്ത് ടീഷർട്ടൊക്കെ തൂക്കിയിട്ടിരിക്കണം. അതിൻ്റെ അകത്ത് കയറി നോക്കി ഒരു ബ്ലാക്ക് ടീഷർട്ട് എടുത്തു. ഒരു ക്രോപ്പ് ടീഷർട്ട് കണ്ടില്ലേ. ഞാൻ എന്താണോ മേടിക്കാൻ പോകുന്നത് അത് മേടിക്കത്തില്ല. അതാണ് എൻ്റെ കുഴപ്പം. അവസാനം തിരിച്ച് വരുന്ന വഴിക്ക് ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് എനിക്കൊരു ഷേവിങ് സെറ്റ് അതുകൂടെ മേടിക്കണമായിരുന്നു. കാരണം അതിപ്പോൾ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് ആവശ്യം വരും ഈ പ്രൊസീജിയറിന് മുമ്പ്. അപ്പോൾ അത് ഒരെണ്ണം മേടിച്ചിട്ട്, നല്ല വെയിലായിരുന്നു. പിന്നെ ജ്യൂസ് ഒരു കരിക്ക് ഷേക്ക് കുടിക്കണം എന്ന ഓർമ്മയിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത് റൂമിൽ നിന്ന്. അവസാനം കരിക്ക് ഷേക്കിൻ്റെ കാര്യം മറന്നുപോയി. അവസാനം കരിക്ക് മാത്രം കുടിച്ചു. വെള്ളം ഇച്ചിരിയേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കരിക്കിൻ്റെ അകത്ത് വരെ ഇപ്പോഴത്തെ ചൂട് കാരണം വെള്ളം വറ്റിപ്പോയി. പിന്നെ ആ കരിക്ക് ഞാൻ പാർസലാക്കി തരാൻ പറഞ്ഞു. ചേട്ടന് കവറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പേപ്പറിൽ പോയി തന്നു. അത് ഈ കവറിൻ്റെ അകത്തുണ്ട് കേട്ടോ. അതിനിപ്പോൾ ഞാൻ റൂമിൽ കൊണ്ടുപോയി കഴിക്കാമെന്ന് വെച്ച് ബാഗിൻ്റെ അകത്താക്കി വീട്ടിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ യെസ്, ഇതൊരു കുഞ്ഞു വ്ളോഗായിരുന്നു. ഞാൻ ഷോപ്പിൽ പോയി മേടിച്ച് ഈ സാധനങ്ങളൊക്കെ, അങ്ങനെ കൂടുതൽ വേറൊന്നും മേടിച്ചില്ല. തിരിച്ച് വന്നിട്ട് ഇതാണ് കേട്ടോ ലേഡീസ് ഹോസ്റ്റലിൽ ഞാൻ തങ്ങുന്നത്. അപ്പോൾ വന്നിട്ട് അങ്ങനെ ഇവിടെ എത്തി. ഗേറ്റിൽ ഒരു അലാറം പോലത്തെ ഒരു എന്താ പറയുക കോളിംഗ് ബെല്ല് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അത് ഞെക്കി ചേച്ചി ഇപ്പോൾ ഒന്ന് തുറന്നു.